ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിൻ സീരിയൽ. ഞാനിന്നിവിടെ കുടുംബോളക്ക് സീരിയലിലെ 9 ഡിസംബർ 2020, അതായത് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഏഷ്യാനെറ്റ് സീരിയൽ റിവ്യൂസ് പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീകുമാർ സുമിത്രയുടെ കാര്യങ്ങൾക്കായി ഓടി നടക്കുന്നതിനെ ചൊല്ലി ശ്രീനിലയത്തിൽ വെച്ച് സരസ്വതിയമ്മ കുത്തുവാക്കുകൾ പറയുന്നു. ശരണ്യയും സിദ്ധാർത്ഥും സരസ്വതിയമ്മയെ അനുകൂലിക്കുന്നു. ശ്രീകുമാർ താൻ അറിയാതെ ശ്രീനിലയത്തിൽ വരുന്നതിനെ ശരണ്യെ ചോദ്യം ചെയ്യുമ്പോൾ അത് ശരണ്യെ അറിയിക്കേണ്ട കാര്യമില്ലാഞ്ഞിട്ടാണ് പറയാത്തതെന്ന് ശ്രീകുമാർ മറുപടി പറയുന്നു. സരസ്വതിയമ്മ ശ്രീകുമാറിനോടായി, അത് ശരിയായ മറുപടിയാണോ ശ്രീകുമാറേ? ഇവിടെ നിന്റെ ഭാര്യയല്ലേ? ഭർത്താവ് എവിടെ പോകുന്ന ഭാര്യ അറിയണ്ടേ? പ്രതീഷ്, അച്ചമ്മയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ അറിയാമായിരുന്നെങ്കിൽ അത് ആദ്യം ചോദിക്കേണ്ടത് എൻ്റെ അച്ഛനോടാ. സിദ്ധാർത്ഥ്, ശ്രീ, ശരണ്യ അമ്മയും പറയുന്നത് കാര്യമില്ലെന്ന് കരുതരുത്. നീ ഇവിടെ വന്ന് എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമെന്താ? അനന്യ, വേദികാന്റിയുടെ വീട്ടിലേക്ക് അങ്കിള് സാധനം ചുവന്നു പോയതുപോലൊന്നും ശ്രീ അങ്കിള് ചെയ്യുന്നില്ലല്ലോ. ശിവദാസ മേനോൻ ശരണ്യോടായി, ശ്രീകുമാർ ഇവിടെ വരുന്നതിൽ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ വിളിച്ചിട്ടാ ശ്രീകുമാർ വരുന്നത്. മോളെ ശരണ്യേ, മറ്റുള്ളവർ കാണുന്ന കാഴ്ചപ്പാടി സ്വന്തം ജീവിതത്തെ കാണാൻ ശ്രമിക്കരുത്. അത് നിനക്ക് ദോഷം ചെയ്യും. ശരണ്യ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എൻ്റെയും ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ചിലർ ആഗ്രഹിച്ചാ എന്ത് ചെയ്യൂ അച്ഛാ? ശരണ്യയുടെ മറുപടി കേട്ട് സിദ്ധാർത്ഥം സരസ്വതിയമ്മ ഒഴിച്ച് മറ്റുള്ളവർക്കെല്ലാം വിഷമാകുന്നു. ഇതേസമയം ശ്രീ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ശരണ്യ പുറത്തേക്ക് പോകുന്നു. ശ്രീകുമാർ സുമിത്രയോടായി, ഞാനിനി ഇവിടെ നിന്നാ വല്ലതും പറഞ്ഞു പോകൂ ഏട്ടത്തി എന്ന് പറഞ്ഞ് ശരണ്യയ്ക്കൊപ്പം പോകുന്നു. ഞാൻ ശരിയല്ലെന്ന് പറഞ്ഞവർ സ്വയം ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്ക് എന്ന് സുമിത്രയോടായി പറഞ്ഞ് സിദ്ധാർത്ഥം മുകളിലേക്ക് പോകുന്നു. സിദ്ധാർത്ഥിന്റെ വാക്കുകളിലെ കാഠിന്യം സുമിത്രയെ മൗനത്തിലാഴ്ത്തി. സുമിത്ര പോയെന്ന് ഉറപ്പുവരുത്തിയ സരസ്വതിയമ്മ ശിവദാസ മേനോനോടായി, ഇനി ശ്രീ അധികം ഇങ്ങോട്ട് വരില്ല. എടീ, ഇന്ന് ഇവിടെ ഉണ്ടായ സംസാരത്തിന്റെ ആണി നീയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിന്റെ പേര് ശ്രീകുമാറും ശരണ്യയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായ നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് മേനോനും പോകുന്നു. അടുത്ത ഭാഗത്തിൽ ദീപുവിനോട് സാവിത്രിയമ്മ, മോനെ, നാളെയല്ലേ കോടതി പോകേണ്ടത്? നീ സുമിത്രയെ വിളിച്ചോ? ഇല്ലമ്മേ, ഞാൻ വിളിച്ചില്ല. ഞാൻ നാളെ നേരത്തെ കോടതിയിൽ പോകാമെന്ന് കരുതി. ഞാനും വരാം മോനെ കോടതിയിൽ പോകാൻ. നീ അവളെ ഒന്ന് വിളിച്ചു തന്നേ. ദീപു ഫോൺ ഡയൽ ചെയ്ത് സുമിത്രയെ വിളിക്കുന്നു. ഫോൺ എടുത്ത സാവിത്രി സാവിത്രിയമ്മ, മോളെ, നാളെയല്ലേ കോടതിയിൽ പോകേണ്ടത്? ഞാൻ ഓർക്കുകയായിരുന്നു നിന്റെ വിവാഹ ദിവസം. എന്ത് സന്തോഷമായിരുന്നു അന്ന്. നമ്മുടെ വീട്ടിൽ കളിയും ചിരിയും മാത്രം. നാളെ അത് ഇല്ലാതാകുകയല്ലേ മോളെ? സുമിത്ര, അമ്മേ, ഇന്നത്തെ ദിവസം ഞാൻ ഓർക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാ അമ്മേ പറയുന്നത്. സാവിത്രിയമ്മ, മോളെ, നാളെ കോടതിയിൽ പോകാൻ ദീപുവിനോടൊപ്പം ഞാനും വരാം. പിന്നെ പറയാനുള്ളതെല്ലാം നീ കോടതി സത്യസന്ധമായി തന്നെ പറയണം. സുമിത്ര, അമ്മ വയ്യാതെ കോടതിയിലൊന്നും വരണ്ട. ഫോൺ ദീപുവിൻ്റെ കയ്യിലേക്കൊന്ന് കൊടുത്തേ അമ്മേ. സാവിത്രിയമ്മ ഫോൺ ദീപുവിന് കൊടുക്കുന്നു. ആ ചേച്ചി, നാളെ ഞാൻ നേരെ അവിടെ വന്ന് ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോവാം കോടതിയിലേക്ക്. അമ്മയും വരുന്നു എന്ന് പറയുന്നു. അമ്മയെ കോടതിയിൽ കൊണ്ടുവരണ്ട ദീപു, നീയും വരണ്ട. നിങ്ങളെയൊക്കെ അവിടെ വെച്ച് ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാ എന്ന് പറഞ്ഞ് സുമിത്ര ഫോൺ വെക്കുന്നു. ദീപു അമ്മയോട്, അമ്മയ്ക്കിപ്പോൾ സമാധാനം ആയല്ലോ? മോനെ, ഞാൻ കോടതിയിൽ ചെന്നാൽ അവൾക്ക് ആശ്വാസമാകും. അവൾ എന്തിനാ ഞാൻ വരേണ്ടെന്ന് പറഞ്ഞത് എന്ന് വിഷമത്തോടെ സാവിത്രി അമ്മ. ശേഷം കാണിക്കുന്നത് സരസ്വതിയമ്മ സിദ്ധാർത്ഥന് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നതാണ്. മോനെ സിദ്ധു, നാളെ ബന്ധം പിരിഞ്ഞെന്ന് വെച്ച് നീ ഇവിടുന്ന് പോകരുത്. ഇവിടെ തന്നെ ഉണ്ടാകണം. സിദ്ധാർത്ഥ്, ബന്ധം പിരിഞ്ഞിട്ട് ഞാൻ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത്? ഈ വീട് അച്ഛൻ സുമിത്രയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ. സരസ്വതിയമ്മ, മോനെ, നിന്റെ അച്ഛൻ്റെ മരണശേഷമല്ലേ വീട് സുമിത്രയ്ക്ക് എഴുതിയത്? ഉടനെ തന്നെ നീയും ശരണ്യയും കൂടി അങ്ങേരുടെ മക്കൾ എന്ന നിലയിൽ നിങ്ങൾക്കിവിടെ താമസാവകാശം വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കണം. കൂട്ടത്തിൽ ഞാനും കക്ഷി ചേരാം. സിദ്ധാർത്ഥ്, നാളെ കഴിഞ്ഞാൽ സുമിത്ര എൻ്റെ ഭാര്യ അല്ലാതാകും. ഭാര്യയല്ലാത്ത സുമിത്രയ്ക്കൊപ്പം താമസിക്കുന്നത് എനിക്ക് ഓർക്കാൻ കൂടി വയ്യമ്മേ. വേദികയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർന്ന ഉടനെ ഞാനും മോളും അങ്ങോട്ട് മാറും. സരസ്വതിയമ്മ, വേദിക നിന്റെ ഭാര്യ ആയിട്ടാണോ നീ അവളോടൊപ്പം താമസിച്ചത്? സിദ്ധാർത്ഥ്, വേദിയെ പോലെ അല്ലല്ലോ അമ്മേ സുമിത്ര. എടാ പൊട്ടാ, നിനക്ക് ഇവിടെ താമസാവകാശം കിട്ടിയിട്ട് വേദിയെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നാലേ സുമിത്ര പഠിക്കൂ. ഞാൻ വേദിക എൻ്റെ പുത്രവധുവായ കണ്ടു കഴിഞ്ഞു. നീ ഉടനെ അവളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരണം. സമ്പത്തിനെ കൊണ്ട് എങ്ങനെയും സമ്മതിപ്പിച്ച് ഡിവോഴ്സ് വാങ്ങിച്ച് പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടത്തണം. സിദ്ധാർത്ഥ് സരസ്വതിയമ്മ പറഞ്ഞതിനെ പറ്റി ചിന്തിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സുമിത്ര തൻ്റെ മുറിയിലെ ബെഡിലിരുന്ന്
പിറ്റേന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതാണ്. ഇതേസമയം സിദ്ധാർത്ഥ മുറിയിലേക്ക് വരുന്നു. സുമിത്രേ, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്? രാത്രിയിൽ കഴിക്കേണ്ട മെഡിസിൻ ഏതാണെന്ന് അറിയാനായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. വേദികയോട് വിളിച്ചു ചോദിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ ഇവിടുന്ന് പോകാൻ നേരം ഏതൊക്കെ മെഡിസിൻ എപ്പോഴൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞു തന്നല്ലേ വിട്ടത്. ഇതുപോലുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത്. സിദ്ധാർത്ഥ്: ഞാൻ അത് ചോദിക്കാനല്ല വന്നത്, മറ്റൊരു കാര്യം പറയാനാണ്. സുമിത്ര: സാധാരണ നിങ്ങൾ നിങ്ങളുടെ ഇതുപോലുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കാണ് എന്നെ സമീപിക്കാറ്. അല്ലാതെ നിങ്ങളുടെ മനസ്സിലെ വലിയ വലിയ കാര്യങ്ങൾ കേൾക്കാനുള്ള അർഹതയോ അത് ഉൾക്കൊണ്ട് അഭിപ്രായം പറയാനുള്ള ബുദ്ധിയോ ഇല്ലാത്തവളല്ലേ ഞാൻ. നാളെ രാവിലെ 11:30 കേസ് വിളിക്കും. നീ എങ്ങനെയാ പോകുന്നത്, ആരാ നിന്നെ കൊണ്ടുവിടുന്നത് എന്നറിയാനാ ഞാൻ വന്നത്. സുമിത്ര: ഞാൻ ശ്രീകുമാറിനോടൊപ്പം പോകുമെന്ന് ഭയപ്പെട്ടാണോ നിങ്ങളിത് ചോദിക്കുന്നത്? സിദ്ധാർത്ഥ്: ഞാൻ നീ ഒരു വീട്ടിൽ നിന്നല്ലേ പോകുന്നത്, അതാ ചോദിച്ചത്. സുമിത്ര: ഓഹോ, പക്ഷെ നിങ്ങൾ രണ്ടുപേരെ എങ്ങനെ കോടതിയിലെത്തിക്കും? രണ്ടുപേരെ ഒരു വണ്ടിയിൽ കൊണ്ടുപോകാന്നാണെങ്കിൽ വേദിക സമ്മതിച്ചാലും സുമിത്രയെ അതിന് കിട്ടില്ല. പിന്നെ നാളെ കോടതിയിൽ എന്തൊക്കെ പറയണമെന്ന് പഠിപ്പിക്കാനാണ് വന്നതെങ്കിൽ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ സത്യം മാത്രമേ പറയൂ. ആരെയും രക്ഷപ്പെടുത്താനോ നല്ലവരാക്കാനോ ഞാൻ കള്ളം പറയില്ല. സിദ്ധാർത്ഥ് സുമിത്രയുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശീതൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശീതൾ സിദ്ധാർത്ഥിനോട്: അച്ഛൻ ഇന്ന് വേദികാന്റിയുടെ വീട്ടിൽ പോയിരുന്നു അല്ലേ? സമ്പത്തങ്കിൾ പറഞ്ഞതല്ലേ അവിടെ ചെല്ലരുതെന്ന്. പിന്നെ അച്ഛൻ അവിടെ പോയതൊട്ടും ശരിയായില്ല. ദേഷ്യപ്പെട്ട് ശീതൾ അവിടെ നിന്നും പോയ ശേഷം സിദ്ധാർത്ഥ സുമിത്രയോടായി: നീയാണല്ലേ ഇതെല്ലാം അവക്ക് പറഞ്ഞു കൊടുത്തത്? എൻ്റെ മോളെ എനിക്കെതിരെ ആക്കിയാണല്ലേ നിന്റെ ലക്ഷ്യം? പ്രതീഷിനെ ഓരോന്ന് പറഞ്ഞ് നീ എനിക്കെതിരാക്കി. ഇനി ശീതളിനെ പറഞ്ഞ് തിരിപ്പിക്കുകയാണല്ലേ നീ. നീ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇവിടെ നിന്നോടൊപ്പം ജീവിക്കുമെന്ന് നീ കരുതണ്ട. നാളെ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരുകയാണെന്ന് ആശ്വസിക്കുകയാണ് ഞാൻ. ഇത് പറഞ്ഞ് സിദ്ധാർത്ഥ് പോകുമ്പോൾ സുമിത്ര കിടക്കാനായി ബെഡിയിരിക്കുന്നു. സ്വന്തം താലി വെച്ച് വണങ്ങുന്ന സുമിത്ര, കണ്ണിൽ വെച്ച് വണങ്ങുന്ന സുമിത്ര നാളെ തനിക്ക് ഭാഗ്യം കിട്ടില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നു. ഒരു വിവാഹ വാർഷിക ദിനത്തിൽ സ്വന്തം വീട്ടിൽ പോയപ്പോൾ സാവിത്രി അമ്മ താലിയുടെ മഹത്വത്തെ പറ്റി സുമിത്ര ഓർക്കുന്നു. അമ്മ എന്ന വാക്കുപോലെ താലി എന്ന വാക്കിലും 2 അക്ഷരമേ ഉള്ളൂ. ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റില്ല അമ്മ എന്ന വാക്കിനർത്ഥം. താലി എന്ന വാക്കും അതുപോലാണ് എന്ന സാവിത്രി അമ്മയുടെ വാക്കുകൾ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന സുമിത്രയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നന്ദി.